ഹലോ! ഹെഗ്മിലൂഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ബെൻസി. എല്ലാവർക്കും സുഖമല്ലേ? ദൈവകൃപയാൽ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ്. കഴിഞ്ഞ 2 വ്ലോഗ് ഇട്ടതിന് ശേഷം ഭയങ്കര എന്താ പറയുന്നത്, പുതിയ കുറേ നമ്മുടെ കസ്റ്റമേഴ്സ് വാട്സപ്പിൽ കോണ്ടാക്ട് ആയി. കുറേ പേര് ഓർഡർ തന്നു. ഒത്തിരി നന്ദി. ഇതിനിടയ്ക്ക് നമ്മുടെ ഈ പാക്കിംഗ് മാത്രമല്ല കേട്ടോ, നമ്മുടെ അച്ചാറിടലും നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടിയുടെ സ്റ്റോക്ക് തീർന്നു കേട്ടോ. ഇനിയിപ്പൊ എന്നാവും എന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ ചമ്മന്തിപ്പൊടി ചെയ്യുന്നത് നാടൻ തേങ്ങയിലാണ്, നല്ല ഉണങ്ങിയ തേങ്ങയിലാണ്. ഇപ്പൊ നാട്ടില് തേങ്ങയുടെ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ, അതുകൊണ്ട് കിട്ടുന്നില്ല. അപ്പൊ എനിക്ക് ഓർഡർ തന്ന എല്ലാവരടുത്തും പറഞ്ഞിട്ടുണ്ട്, അടുത്ത സ്റ്റോക്ക് ആവുമ്പോൾ ഞാൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാന്ന്. കാരണം ഓരോരുത്തർക്കായിട്ട് റിപ്ലൈ തരാൻ പറ്റിയ ഓർഡറുകളല്ല, കുറേ പേരുണ്ട്. അപ്പൊ ഞാൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാം. വാട്സപ്പിലുള്ളവരൊന്ന് സ്റ്റാറ്റസ് നോക്കിയാൽ മതിയേ. അപ്പൊ ഇതിനിടയ്ക്ക് എന്താണ്, ചിലര് പുതിയ ആൾക്കാര്, അവർക്ക് അറിയില്ലല്ലോ, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് പെട്ടെന്ന് തന്നെ എന്റെ റിപ്ലൈ കിട്ടാത്തത് കൊണ്ടായിരിക്കും അവര് മെസ്സേജ് ഡിലീറ്റ് ചെയ്തിട്ട് പോയി. അപ്പോ അങ്ങനെയുള്ളവരടുത്ത് പറയാനുള്ളത്, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. കാരണം ഞാൻ എന്തായാലും ഉറങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ റിപ്ലൈ കാണും. കാരണം ഈ ദിവസങ്ങളിൽ കുറേ റിപ്ലൈ ഉണ്ട്. ഏറ്റവും അടിയിലല്ലേ ഞാൻ റിപ്ലൈ കൊടുത്തു വരുന്നത്. അപ്പൊ ചിലപ്പോൾ ലേറ്റ് ആയേക്കാം. പിന്നെ ചിലർക്ക് റിപ്ലൈ പെട്ടെന്ന് കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ എന്താ റിപ്ലൈ ഇല്ലാത്ത ഞാൻ റിപ്ലൈ തരും തീർച്ചയായിട്ടും. കാരണം എന്റെ ബിസിനസ് ആണല്ലോ, എനിക്കറിയാമല്ലോ, ഞാൻ സെയിൽ ചെയ്തെങ്കിലല്ലേ, അതിനു വേണ്ടിയാണല്ലോ ഞാൻ വീഡിയോ ഇടുന്നത്. അപ്പൊ ആര് പിണങ്ങല്ലേ. എന്നത്തെയും പോലെ തന്നെ ഇന്നും, അതായത് ഇന്നലെയും ചിയ സീഡ് വെള്ളത്തിയിടാൻ മറന്നുപോയി. കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് കുതിരണം. ഒരു 10-15 മിനിറ്റ് കുതിർന്ന ശേഷമാണ് കേട്ടോ ഞാൻ കുടിക്കുന്നത്. ഇട്ട ഉടനെ അല്ല, രാത്രി മറന്നു പോകുന്നേ. അപ്പോൾ ഇന്നലത്തെ പണി എന്ന് പറയുന്നത് മീനച്ചാറിടലായിരുന്നു. കാരണം ഓണത്തിൻ്റെ സാധനങ്ങൾ മാത്രമല്ല, ഓണത്തിന് വേണ്ടി നാട്ടിൽ ലീവിന് വന്നിട്ട് പോകുന്നവർക്കുള്ള സാധനവും കൊടുത്തു വിടണ്ടേ. അങ്ങനെയും കുറേ ഓർഡറുകളുണ്ട്. അതും ഈ ആഴ്ച തന്നെ അയച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതായത് ഓണത്തിന് മുമ്പേ അയച്ചെങ്കിലേ പറ്റത്തുള്ളൂ ഓണം കഴിഞ്ഞ് പോകുന്നവർക്കും. കാരണം ഓണത്തിൻ്റെ കൊറിയർ അവധിയുണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് അയച്ചാൽ ഭയങ്കര ലേറ്റാവും. കാരണം ഇത്രയും ദിവസത്തെ അവധിക്ക് ശേഷം പിന്നെ ഒരു ഞായറാഴ്ചയുണ്ട്. അങ്ങനെയുള്ളപ്പോൾ അയച്ചാൽ, അല്ലാതെ തന്നെ ഇപ്പോൾ കൊറിയർ നാട്ടിൽ ലേറ്റ് ആവുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് കിട്ടേണ്ടതൊക്കെ ഇപ്പോൾ 2, 3, 4 ദിവസമൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ ഓണം കഴിഞ്ഞു പോകുന്നവരുടെയും ഓർഡറുകൾ എല്ലാവരും തന്നിട്ടേക്കുവാണ്. അവരുടെയും ഈ ആഴ്ച തന്നെ അയക്കണം. അപ്പൊ ഇത് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്ന ദിവസം രാവിലെ പോസ്റ്റുകളെല്ലാം അയക്കാൻ ജോസ്യാൻ പോവുകയാണേ. അപ്പൊ ഇതുവരെയും ഓർഡർ തന്നിട്ടില്ലാത്ത ആരെങ്കിലും നിങ്ങൾക്ക് ഓണത്തിന് വേണ്ടി എന്തെങ്കിലും മസാലകളോ സാധനങ്ങളോ ചിപ്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇപ്പോഴേ ഓർഡർ തന്നെങ്കിലേ സമയത്ത് സാധനങ്ങൾ കിട്ടത്തുള്ളൂ. കൊറിയർ ഇപ്പൊ ഇത്തിരി ലേറ്റ് ആവുന്നുണ്ട്. പോസ്റ്റ് വേണമെന്ന് പറയുന്നവർക്ക് പോസ്റ്റ് അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ പിന്നെ DTDC കൊറിയർ. പ്രത്യേകിച്ച് കേരളത്തിന് പുറത്തുള്ളവർക്ക് നിങ്ങളുടെ പോസ്റ്റ് സർവീസ് നല്ലതാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. കാരണം സർവീസ് ചാർജ് വളരെ കുറവാണേ. നിങ്ങൾ ഏതാണോ പറയുന്നത്, പോസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ അതായിരിക്കും, കൊറിയർ ആണെങ്കിൽ അങ്ങനെ. പെട്ടെന്ന് 2-3 ദിവസം മുമ്പ് പറഞ്ഞാൽ എനിക്ക് അയച്ചു തരാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും കേട്ടോ. അപ്പൊ ഇപ്പോഴേ ഓർഡർ തന്നാല് നിങ്ങൾക്ക് ഇനിയിപ്പൊ കുറച്ച് ദിവസങ്ങളുണ്ടല്ലോ, സാവധാനം ഇവിടുന്ന് ഞങ്ങൾക്ക് ഒരിത്തിരി സമയം കിട്ടും, സാവധാനം അയക്കാൻ പറ്റുമേ. ഇന്നലെ ഉണ്ടല്ലോ നല്ല കാലാവസ്ഥയായിരുന്നു, 3-4 ദിവസം കേട്ടോ, നല്ല വെയിലും കാറ്റും ഒക്കെ ആയിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി പ്രതീക്ഷിക്കാതെ ഒരു മഴ രാവിലെ അതുപോലെ ചാറി ചാറി നിൽക്കുവാണ്. ഇപ്പം ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ഒത്തിരി വെയില് കാണുന്നുണ്ട്. പക്ഷെ കാലാവസ്ഥ മോശമാണ്, മൂടി കെട്ടിക്കിടക്കുന്ന കാലാവസ്ഥയാണ്. റെഗുലർ ആയിട്ട് ഇവിടെ അച്ചാർ ഇടാനായിട്ട് കേരച്ചൂരയാണ് എടുക്കുന്നത്. പിന്നെ സ്പെഷ്യലായിട്ട് ആരെങ്കിലും ഓർഡർ തന്നാൽ മാത്രം നെയ്മീൻ, മോത, വറ്റ ഇത് ചെയ്യാറുണ്ട്. അത് മീൻ അവൈലബിൾ ആണെങ്കിൽ. അല്ലെന്നുണ്ടെങ്കിൽ സ്ഥിരം കേരച്ചൂരയാണ് ഇടുന്നത്. അപ്പൊ പലരും ചോദിക്കാറുണ്ട്, കേര കറുപ്പുണ്ടോ വെള്ളയാണോ? അത് മീൻ എടുത്ത് കഴിഞ്ഞിട്ടേ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മള് വെള്ളയെന്നും പറഞ്ഞാൽ എടുക്കുന്നതെങ്കിലും ഇടയ്ക്ക് ഇത്തിരി കറുപ്പ് കാണാറുണ്ട്, പക്ഷെ ഓവറായിട്ട് കാണാറില്ല കേട്ടോ. അപ്പൊ രാത്രിയില് മീനച്ചാറിടലായിരുന്നു പണി. രാത്രി അച്ചാറിട്ട് കഴിഞ്ഞ് തീർന്നപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 11:30-12 ആയി കേട്ടോ ഇപ്പൊ സമയം ഈ വീഡിയോ. അപ്പൊ രാത്രിയിൽ ഞാൻ മാത്രമേ ഉള്ളൂ. ബാക്കി എന്തിനും ലൈറ്റ് ഓഫ് ചെയ്ത് ഞങ്ങളുടെ അയൽ വീട്ടുകാരെല്ലാം പത്തുറങ്ങാൻ കഴിഞ്ഞ് കാണും ചിലപ്പോ. ഞങ്ങൾ മാത്രമേ ഉള്ളൂ തോന്നി ഈ ഏരിയയിൽ ലേറ്റായിട്ട് ഉറങ്ങുന്നത്. അപ്പൊ എല്ലാം കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞിട്ടാണ് മുറ്റത്തൊന്ന് കയറുന്നത് കേട്ടോ. അതിനുശേഷം അടുക്കളയൊക്കെ ഒതുക്കി. മീനച്ചാറും ബീഫച്ചാറും ഇടുന്ന ദിവസം രാത്രി ഞാൻ ആഹാരം കഴിക്കത്തില്ല, കാരണം പറ്റത്തില്ല.
ആ മീൻ വറക്കുന്നതിന്റെയും ബീഫിന്റെ ഒക്കെ സ്മെല്ലടിച്ച് തലയൊക്കെ മന്ദിച്ചിരിക്കുമായിരിക്കും. പിന്നെ എനിക്ക് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല, കുറേ വെള്ളം കുടിക്കും. അന്നത്തെ രാത്രി ഭക്ഷണം അത് മാത്രമായിരിക്കും. പറ്റത്തില്ല. പക്ഷെ ബാക്കിയുള്ള അച്ചാറുകൾക്ക് അങ്ങനെ കുഴപ്പമില്ല. പക്ഷെ ഇത് രണ്ടും ഇടുമ്പം എനിക്ക് ആഹാരം പൊതുവെ ഒട്ടും കഴിക്കാൻ തോന്നത്തില്ല. അങ്ങനെ മീനച്ചാർ ഇട്ടു. ഇത് ഇന്ന് രാവിലെ, ഇനി കുപ്പിയിലോട്ട് ആക്കിയില്ല കേട്ടോ, ഇന്ന് രാവിലെ ഒന്നുകൂടെ ഒന്ന് ഇളക്കി വെച്ചു. ഈ എണ്ണ കണ്ടിട്ട് അയ്യോ ഓവർ എണ്ണ അങ്ങനെയൊന്നും ചിന്തിക്കില്ല, നമുക്ക് വേറെ പ്രിസർവേറ്റീവ് ഒന്നുമില്ല. അതുകൊണ്ട് എണ്ണ അധികം ഇല്ലാതെ തന്നെയാണ് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് തരുന്നത് കേട്ടോ. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, നമുക്ക് വലിയ പ്രിസർവേറ്റീവ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആകെയുള്ള പ്രിസർവേറ്റീവ് എന്ന് പറയുന്നത് വിനാഗിരിയും ഉപ്പും, സോറി, വിനാഗിരി, ഉപ്പ്, എണ്ണ, ഇത്രയാണ്. അപ്പോ ചിപ്സിന് വേണ്ടി കൊല എടുത്തോണ്ട് പാവം ജോസ്, ഞാൻ പറഞ്ഞ ജോസ് ആ ടൂ വീലറിനകത്തോട്ട് വെച്ചിട്ട് അത് അടുക്കള മുറ്റം വരെ വരുമല്ലോ, അങ്ങനെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എനിക്കിങ്ങനെ കൊണ്ടുപോയിക്കോളാന്ന് പറഞ്ഞ് കൊണ്ടുപോവാണ് കേട്ടോ. അപ്പം ചിപ്സ് ഉണ്ടാക്കാനായിട്ട് ആദ്യത്തെ ദിവസം തന്നെ വെളിച്ചെണ്ണ ചിപ്സ് ആണ് ഉണ്ടാക്കിയത് കേട്ടോ. വെളിച്ചെണ്ണയിൽ ഞാൻ ഒത്തിരി ചെയ്യുന്നില്ല, കാരണം ഓർഡർ വരുന്നതിനനുസരിച്ച് നിങ്ങൾക്കറിയാലോ വെളിച്ചെണ്ണയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അതുകൊണ്ട് ഞാൻ എന്റെ എല്ലാ സാധനങ്ങൾക്കും റേറ്റ് ഇടുന്നത് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ വിലയിൽ ഡിപ്പെൻഡാണ്. എത്ര രൂപയുടെ വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നതെന്ന് എനിക്കേ അറിയത്തുള്ളൂ. എനിക്ക് കിട്ടിയ പോലെ എത്ര രൂപയാണെന്ന് എനിക്കേ അറിയത്തുള്ളൂ. അപ്പൊ അതനുസരിച്ചുള്ള വില ഞാൻ ഇടണ്ടേ. അപ്പൊ ഒരിക്കലും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്തില്ല, കാരണം മാർക്കറ്റിൽ ഏത് വെളിച്ചെണ്ണയും കിട്ടും. അപ്പോൾ അത് വ്യത്യാസമുണ്ട്, അതിനനുസരിച്ചുള്ള റേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഞാൻ വെളിച്ചെണ്ണയിലും ചെയ്യുന്നുണ്ട്, സൺഫ്ലവറിലും ചെയ്യുന്നുണ്ട്. ആദ്യം വെളിച്ചെണ്ണയിലാണ് ചെയ്തത്, കുറച്ച് സ്പെഷ്യൽ ഓർഡർ ഉണ്ടായിരുന്നു വെളിച്ചെണ്ണയ്ക്ക് വേണ്ടി. അപ്പം വെളിച്ചെണ്ണയിൽ വേണ്ടാത്തവർക്ക് ഇന്നത്തെ ദിവസം തൊട്ട് ഞാൻ മറ്റേ സൺഫ്ലവർ ഓയിലിന്റെ ചിപ്സ് തുടങ്ങുവാണ്. ആദ്യം വെളിച്ചെണ്ണയുടെ ചെയ്തു മാറ്റി. എനിക്ക് ചിപ്സ് ഉണ്ടാക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെ ഇടുന്നത് ഇത്തിരി മെനക്കെട്ട പണിയാണ്, കൈയിട്ട് ഒരപ്പ് കൈവേദന എടുക്കും. സാരമില്ല, എങ്കിലും എന്താണ്, സാധനങ്ങൾ വിറ്റു പോകുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ സന്തോഷം. ഒട്ടും എനിക്കറിയാം എവിടേക്കെല്ലാം എന്തെല്ലാം സാധനങ്ങൾ മേടിക്കാൻ കിട്ടും. നോക്കൂ, എന്റെ കയ്യിൽ നിന്നും ഓർഡർ തരണം എന്നുണ്ടെങ്കിൽ അതിന്റെ ക്വാളിറ്റിയും അതിന്റെ ഒരു വിശ്വാസവും നിങ്ങൾക്കുള്ളത് കൊണ്ടാണല്ലോ, അല്ലെന്നുണ്ടെങ്കിൽ ഓർഡർ തരില്ലല്ലോ. അപ്പം നല്ല വെളിച്ചെണ്ണയിലാണ് ചെയ്യുന്നത്. ആദ്യം വെളിച്ചെണ്ണയിൽ ചെയ്തു മാറ്റി, അതിനുശേഷം ഇന്നും എനിക്ക് സൺഫ്ലവർ ഓയിലിന്റെ തുടങ്ങണം. അപ്പൊ നിങ്ങൾക്ക് ചിപ്സ് വേണ്ടവരും എനിക്ക് നേരത്തെ ഒന്ന് ഓർഡർ തന്നാല് അതനുസരിച്ച് എനിക്ക് സ്റ്റോക്ക് റെഡിയാക്കാൻ പറ്റും. കാരണം ഇതൊക്കെ ഇത്തിരി പണിയുള്ള പരിപാടിയാണല്ലോ. ഇന്റർനാഷണലിന്റെ ധാരാളം എൻക്വയറീസ് വരുന്നുണ്ട് കേട്ടോ. എനിക്കത് അവരുടെ ഓഫീസിൽ ചോദിച്ച് അവരുടെ റിപ്ലൈ കിട്ടിയിട്ടേ നിങ്ങൾക്ക് റിപ്ലൈ തരാൻ പറ്റത്തുള്ളൂ. അതാണ് ലേറ്റ് ആവുന്നത്. ചിലത് ഞാൻ ഇടയ്ക്ക് വിട്ടും പോകുന്നുണ്ട് കേട്ടോ. മെസ്സേജ് എങ്കിലും ഞാൻ താഴോട്ട് നോക്കാറുണ്ട് ആർക്കൊക്കെ റിപ്ലൈ കൊടുക്കാനുണ്ടെന്നേ. പിന്നെ ഓണത്തിന് മുമ്പ് ഇന്റർനാഷണൽ ഇനി കിട്ടുമെന്ന് തോന്നുന്നില്ല, കാരണം 10 തൊട്ട് 14 ദിവസം വരെങ്കിലും കുറഞ്ഞത് വേണമല്ലോ. അപ്പൊ അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഞാൻ അയച്ചു തരാം. അപ്പൊ എനിക്ക് രാത്രി കൂട്ടിനായിട്ട് രണ്ടുപേരും ഇവിടെ ഇരിപ്പുണ്ട്. അത് മീനായാലും ചിപ്സ് ആയാലും എന്ത് പണിയായാലും ഞാൻ മുറ്റത്തിറങ്ങി പാത്രങ്ങൾ കഴുകുന്ന സൗണ്ട് കേട്ടോ രണ്ടും കൂടി വാണം വിട്ടിങ്ങി വരും. ഈ കുഞ്ഞിനെ ആരോ പീഡിപ്പിച്ചെന്ന് തോന്നുന്നു കേട്ടോ, അവള് പ്രഗ്നന്റ് ആണ്. അയ്യോ കഷ്ടം, അത് കുഞ്ഞാണ്, ഒത്തിരി പ്രായമൊന്നുമില്ല അതിന്. പക്ഷെ അവള് ഗർഭിണിയാണ്. കണ്ടിട്ട് സങ്കടം തോന്നി എനിക്ക്, കാരണം കൊച്ചു കുഞ്ഞാണേ. ഇതുങ്ങള് മുറ്റത്തുണ്ടെങ്കിലേ എനിക്ക് ഒരു ആരോ എന്റെ കൂടെ ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ് കേട്ടോ. കാരണം അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറഞ്ഞ് ഞാൻ കാര്യം പറയുമ്പോഴെല്ലാം അത് കരഞ്ഞു കേൾപ്പിക്കും. ആരൊക്കെയോ എന്റെ അടുത്ത് ഉണ്ടെന്നുള്ള ഒരു തോന്നലാണ്. ആദ്യമായിട്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എല്ലാം നാടൻ സാധനങ്ങളാണ്, കഴുകി വൃത്തിയായിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ചിപ്സ്, അതുപോലെ തന്നെ ചിയ സീഡ്, ഫ്ലാക്സ് സീഡ്, പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, തിന, ചാമേരി, മില്ലറ്റ് മിക്സ്, കായം, വട്ടക്കായം, കൊടംപുളി, കുരുമുളക്, വാളംപുളി, കരിപ്പോട്ടി, ചുക്ക് കരിപ്പോട്ടി, വൻതേൻ, ചെറുതേൻ, നെയ്യ്, പാം ഷുഗർ, ജാഗറി പൗഡർ, കൽക്കണ്ടം, ഹിമാലയൻ പിങ്ക് സോൾട്ട്, ഗരം മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, പിരിയമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, വറുത്ത തേങ്ങ അധികം സ്റ്റോക്ക് ഇല്ല, തീരാറായി വരുന്നു, ചിക്കൻ മസാല, സാമ്പാർ മസാല, കൂവപ്പൊടി, റാഗിപ്പൊടി, പുട്ടുപൊടികൾ പലവിധം, അപ്പം ഇടിയപ്പം, ചമ്പായപ്പം ഇടിയപ്പം, ചമ്പാ പുട്ടുപൊടി, പുഞ്ചപ്പുട്ടുപൊടി, ചോളം പുട്ടുപൊടി, ഗോതമ്പ് പുട്ടുപൊടി, നാരങ്ങാച്ചാറ്, നാരങ്ങ ഈന്തപ്പഴം, നെല്ലിക്ക, മാങ്ങ, മീന്, ബീഫ്, പിന്നെ ഇങ്ങനെയുള്ള ഇത്യാദിയുള്ള എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ആ ലിസ്റ്റ് ഒന്ന് തരാമോ എന്ന് വാട്സപ്പിൽ ഒന്ന് ചോദിച്ചാൽ മതി, ഞാൻ ലിസ്റ്റ് ഇട്ട് തരാം.
ഈ സംഭവം ജോസാൻ ഓൺലൈനിൽ ഓർഡർ ചെയ്തതാ കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോ വിചാരിച്ചു ഇനി എക്സർസൈസ് ചെയ്യാനുള്ള എന്തെങ്കിലും ഇല്ല ഡമ്പല് പോലുള്ള എന്തെങ്കിലും ആയിരിക്കുമെന്ന് കേട്ടോ. പിന്നീടാണ് മനസ്സിലായത് ഇത് അരി വാർക്കാനുള്ള സംഭവമാണെന്ന്. വന്നിട്ട് ഏകദേശം ഒരു 2 3 മാസമായി കാണും. ആദ്യമായിട്ട് ഇന്നലെയാണ് യൂസ് ചെയ്യുന്നത്. ജോസാൻ ഇവിടെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ അരി വാർക്കട്ടുന്നുണ്ട്, അപ്പൊ നിക്കേന്നും പറഞ്ഞ് ഓടിപ്പോയി ചെയ്തതാണ് കേട്ടോ. സംഭവം ഭയങ്കര ടൈറ്റ് ആണ്. ആ സാധനത്തിന് നല്ല നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് എടുത്ത് പൊക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ജോസാൻ പറഞ്ഞു, ജോസാന് ഞാൻ ചെയ്യുന്ന കണക്ക് ക്ലിപ്പിട്ട് ചെയ്യാൻ അറിയത്തില്ല. പകുതിയും ചോറും കലത്തിൽ പാത്രത്തിൽ വീഴും, അല്ലെ സിങ്കിൽ വീഴും. ഇത് നല്ല ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. എനിക്ക് പറ്റുമായിരിക്കാം, കാരണം ചൂട് കലത്തിൽ പിടിക്കാതെ അതിന്റെ പിടിയുണ്ടല്ലോ, അത് പിടിച്ചെടുത്തോണ്ട് വന്ന് ഇങ്ങനെ ചരിച്ചിട്ടാ മതി. നന്നായിട്ട് വെള്ളം പോകും കേട്ടോ. ചോറ് പോകുന്നൊന്നും പേടിക്കേണ്ട. അത് സ്ക്രൂ അത് ടൈറ്റ് ചെയ്യുന്നതാണ് ആ കലം. എവിടുന്നാ മേടിച്ചതെന്നൊന്നും എനിക്ക് അറിയത്തില്ല കേട്ടോ. സംഭവം നല്ലതാണ്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എനിക്ക് മറ്റത് തന്നെയാണ് എളുപ്പം. നമ്മുടെ നിത്യത്തൊഴിൽ അഭ്യാസമാണല്ലോ. അങ്ങനെ ജോസാന്റെ ഒരു കണ്ടുപിടുത്തമാണ് ഇത്. അതായത് എവിടുന്നോ ഫേസ്ബുക്കിന്നോ ഇൻസ്റ്റന്നോ എവിടുന്നോ എനിക്കറിയില്ല, കണ്ട് മേടിച്ചതാണ്. കൊള്ളാം, സംഭവം നന്നായിട്ട് വെള്ളം പോവും, നല്ലതായിട്ട് ഇട്ടാ മതി. പക്ഷേ കൈക്ക് ആരോഗ്യമില്ലാത്തവരൊന്നും ഇത് മേടിക്കണ്ട. അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട്. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അതാ ജോസാനോട് പാക്ക് ചെയ്യുന്നു. ഞാനിവിടെ വീഡിയോ എഡിറ്റ് ചെയ്യുന്നു. വാട്സപ്പിൽ ഓരോരുത്തരുടെ ലിസ്റ്റ് ജോസാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. അവിടെ പാക്കിംഗ് കഴിയുമ്പോൾ എനിക്ക് ഇവിടെ മിസ് കോൾ വരും, വീണ്ടും അടുത്തത് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ഇവിടുത്തെ പാക്കിംഗ് നടക്കുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായി ഉടൻ വരാം. ബൈ, ഗോഡ് ബ്ലസ് യു.